ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ വ്യൂസ് നമ്മളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. നമ്മൾ വരയ്ക്കുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽസിനെയൊക്കെ നിഫ്റ്റി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,700 മുകളിലായിട്ട് നമുക്കൊരു ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 23,800 ലെവലാണ്. പക്ഷേ മാർക്കറ്റ് ഒരു 780 വരെ മാർക്കറ്റ്, 782 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ രാവിലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടാർഗറ്റ് എനിക്ക് 780 ആ ഒരു ലെവലിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു ഈ ഒരു ഏരിയ, അതായത് 23,800 മുതൽ 23,830 വരെയുള്ള ലെവൽ എന്താണ്, ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു 780 ലെവലിൽ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു റിവേഴ്സൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ബി പീരീഡിൽ ഒരു ഓപ്ഷൻ ഫെയിൽഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫർദർ ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയില്ല എന്നാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10:45 ക്യാൻഡിലെ ഒരു ലിമിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡെൽറ്റ ഡൈവേർജൻസും കാണാൻ സാധിക്കും. അപ്പം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫർദർ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഫർദർ ആയിട്ട് മുകളിലോട്ട് പോയില്ല. അവിടെ എന്താണ്, ബയേഴ്സ് ട്രാപ്പായെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഏകദേശം ഒരു 150 പോയിന്റോളം താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കൺസോളിഡേഷൻ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആയിരുന്നു. അത് നമുക്ക് എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിലെ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പണിംഗിൽ ഒരു ചെറിയ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഓപ്ഷൻ സെല്ലേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും എന്ന് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഉപയോഗിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പുതിയ ഒരു ബാച്ച്, അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ പുതിയൊരു ബാച്ച് ഈ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞാൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ലൈവ് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഡയറക്റ്റ് നേരെ നാളത്തെ അനാലിസിലേക്ക് പോവാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമുക്ക് എഗൈൻ ഈ ലെവൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റെസിസ്റ്റൻസ് ആയിട്ട് 800 മുതൽ 830 വരെ ലെവൽ നിങ്ങൾ ഒരു സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നിവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നേരെ അടുത്ത സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ എന്താണ്, ഈ ഒരു ലെവലിന് താഴെയായിട്ട്, അതായത് ഇവിടെ ഞാനൊരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 23,560 മുതൽ 23,586 വരെ ലെവൽ ഞാനൊരു സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിന്റെ താഴെ, അതായത് 560യുടെ താഴെ നാളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡൗൺ മൂവ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,464 മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് ഈ ഒരു ഏരിയ അഗൈൻ ഞാൻ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്സൈഡിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ലെവലിന്റെ മുകളിലാണ്. 23,700 മുകളിൽ അഗൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് 800ലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ഒരു പ്രൈസ് സജഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ മാത്രം അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പം ഇതിന്റെ താഴെ നമുക്കൊരു പുട്ട് ഓപ്ഷൻ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു 23,500 ലെവൽ ഒന്ന് കൺസിഡർ ചെയ്യണം. ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അഗെയിൻ ഒരു ഫർദർ ഡൗൺ മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് താഴെയാണ്. 23,440 താഴെ അഗെയിൻ നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,325 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ നേരെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ് വാല്യൂ ഏരിയ ഹൈയും ലോയും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വാല്യൂ ഏരിയയുടെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാളത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട വാല്യൂ ഏരിയ ലെവൽസ് എന്ന് പറയുന്നത്, വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,750 ലെവലാണ്. അതുപോലെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,682 ലെവലാണ്.
അപ്പം ഇതിനിടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്കത് മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ടൈപ്പ് ഓഫ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ വാല്യൂവിന്റെ ലോയുടെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് വ്യൂ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ എന്താണ് വാല്യൂവിന്റെ ഹൈന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ഫൈനൽ കൺഫർമേഷനിലേക്ക് എത്തുന്നത് ആദ്യത്തെ ഒരു 1 അവറിന് ശേഷമാണ്. എല്ലാ ദിവസവും നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.